ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എനിക്ക് എക്സിറ്റ് പടം അത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അതിൻ്റെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കണം. അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അനുപേനെ കൊണ്ടുവന്നേക്കണേ രണ്ടാമത് കാണാനായിട്ട്. ഞാൻ രണ്ടാമത്തെ തവണ ഇവള് ആദ്യമായിട്ട് കാണാൻ പോകണേട്ടാ. അവൾ കണ്ടിട്ട് അഭിപ്രായം എങ്ങനെയാണെന്നുള്ള പറയും. G56 ആണ് ഞാൻ എടുത്തേക്കണം. വന്നെടുത്തോണ്ട് 320 rupees ആയുള്ളത് 2 ടിക്കറ്റിന് കേട്ടോ. എന്തോ നീ സിനിമ കണ്ടിട്ട് അമ്മേ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇങ്ങനെ ഏട്ടൻ പറഞ്ഞെങ്കിലും നമുക്ക് ആ സിനിമ ഞാൻ ട്രെയിലർ ഒന്നും കാണാണ്ട് വന്ന ഒരാളാണ്. പക്ഷെ തകർത്തു, ഒരു രക്ഷയില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു മലയാളം പടം ഇങ്ങനെ പിടിച്ചിരുത്തി ഇങ്ങനത്തെ സിനിമ ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ശരിക്കും പറഞ്ഞാൽ ഇല്ലെന്ന് തോന്നണില്ലേ. ഞാൻ സിനിമ ഉണ്ടോ ഇങ്ങനത്തെ? എനിക്ക് അറിഞ്ഞൂടെ. സർവൈവൽ ഹൊറർ ത്രില്ലർ എന്റെ ഓർമ്മയിലും ഇല്ലട്ടാ. ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ തോന്നുന്നു. പക്ഷെ നിങ്ങൾ എന്തായാലും വന്ന് കാണാം. എനിക്ക് തോന്നുന്നു ഈ എക്സിറ്റ് എന്നുള്ള പേര് പെട്ടെന്ന് കാണുമ്പോഴേക്കും ഒരു ഇംഗ്ലീഷ് മൂവി ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആൾക്കാർ വരാത്തെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. പിന്നെ തിയേറ്റേഴ്സ് കുറവാണ്. പക്ഷെ നാളെ എന്തോ 7 മണിക്ക് വനിതാ വിനിതയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3:30 പക്ഷെ 3:30 ഫാമിലീസിനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് 7 o'clock ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വന്നൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഇപ്പുറത്ത് പ്രായമുള്ളൊരു ആൻറ്റിയും അതിൻ്റെ മോളും ഫാമിലി ആയിരുന്നു വെച്ചത്. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ അവസാനമൊക്കെ കൈയടിക്കായിരുന്നു. അതായത് എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. മുമ്പിൽ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, അവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പേടിക്കേണ്ട സമയത്ത് പേടിക്കില്ല, അതൊക്കെ അവരും എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. OTT കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും, ശരിക്കും പറഞ്ഞാൽ OTTയിൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് പറയോ അയ്യോ ഇത് തിയേറ്ററിൽ മിസ്സായല്ലോ എന്ന്. കാരണം ഇത് തിയേറ്ററിൽ കാണേണ്ട സിനിമ തന്നെയാണ്. പിന്നെ അധികം ബഡ്ജറ്റൊന്നും ഇല്ലാണ്ട് ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും ഒരു അടിപൊളി സിനിമ എടുക്കാൻ പറ്റിയതിൽ ഹാറ്റ്സ് ഓഫ്. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. ഇത് കുറച്ച് നാളും കൂടെ കളിക്കട്ടെ എന്ന് ഞാനിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളെ 7 o'clock ഈ ഒരു ഷോ ഹൗസ്ഫുൾ ആവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രയ്ക്ക് എനിക്ക് സങ്കടമുണ്ട്. സീറ്റുകളൊക്കെ ഇത്രയും നല്ലൊരു സിനിമയ്ക്ക് സീറ്റുകളൊക്കെ ഇങ്ങനെ കാലിയെ കിടക്കുന്ന കാണുമ്പോൾ. പക്ഷെ ഇന്ന് ഹാഫിനൊക്കെ കൂടുതൽ ആളുണ്ടായിരുന്നു. ഇന്ന് കുറേ പേര് റിവ്യൂസ് കണ്ട് വന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. എന്തായാലും ഇതേപോലത്തെ മൂവീസൊക്കെ ഇനിയും വരാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ട്രൂ ഫിലിം ലവറായിട്ടുള്ള ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതാണ് എൻ്റെ അടുത്ത് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു, ചില സീൻസൊക്കെ നീ ഇങ്ങനെ വാവ് എന്ന് പറയും, പല എന്താ പറയുക വിരലുകളൊക്കെ അഭിനയിക്കണ കാണുന്നുള്ള. പക്ഷെ എനിക്കത് മനസ്സിലായില്ല ഏട്ടൻ പറഞ്ഞപ്പോഴേക്കും. പക്ഷെ ഇന്ന് സിനിമ കണ്ടപ്പോഴേക്കും ആ ഇൻ്റർവെല്ലിന് മുമ്പ് തന്നെ ഞാനിങ്ങനെ എൻ്റെ അമ്മ ഇത് എന്താണെന്നുള്ള അവസ്ഥയിൽ പോയി. കാരണം അത്രയ്ക്കും എനിക്ക് പുള്ളിയുടെ അഭിനയം, എൻ്റെ പൊന്നോ, എല്ലാവരും എനിക്ക് തോന്നുന്നു ഇതിൽ അഭിനയിച്ച എല്ലാവരും ഒരു രക്ഷയില്ലാണ്ട് അവരുടെ 100% കൊടുത്തിട്ടാണ് അഭിനയിച്ചത്. കാരണം നമുക്ക് ഇനി ഇതിൽ കൂടുതലൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരുന്നു അവർക്ക്. പക്ഷെ കുറേ പേർക്ക് ഇപ്പം ഞങ്ങൾ കുറച്ച് പേരെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പക്ഷെ ഇങ്ങനെ കുറച്ചും കൂടെ ആക്കാമായിരുന്നു, കുറച്ചും കൂടെ. പക്ഷെ ഞങ്ങൾക്ക് ഈവൻ എനിക്ക് ഇതിനെപ്പറ്റി ടെക്നിക്കൽ വൈസ് ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോഴേക്കും അവരവരുടെ 100% കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്താണ് നടൻ ചെയ്യേണ്ടത്? സത്യം ഈ സിനിമ കുറേ ഇങ്ങനെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് പോലെയും പ്രേമലു ഒക്കെ പോലെ ഇതും ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹിറ്റാവേണ്ട ഒരു മൂവിയാണ്. അപ്പം നിങ്ങളൊന്ന് വന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക, അത്രേ ഉള്ളൂ. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചിലപ്പോൾ നാളെ ഒന്നും കൂടെ വരും. നാളെ ഒന്നും കൂടി വന്നിട്ട് അമ്മേനെയും കൂടി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണണം എന്നുള്ളത്. കാരണം ഏട്ടൻ വീട്ടിൽ വന്നിട്ട് ഫുൾ ഇങ്ങനെ സിനിമ എന്റെ കിളി മാറിപ്പോയി. എന്റെ കിളി മാറി പടം കണ്ടിട്ട്. അപ്പം എനിക്ക് അപ്പം തൊട്ട് ഞാൻ ഈ ഇരുന്ന് നോക്കുകയാണ് എവിടെയെങ്കിലും ഷോ ഉണ്ടോ. പക്ഷെ അങ്ങനെ 3:30 വനിതാ വിനിതയിൽ ഷോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഏട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റ. ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താന്ന് ഞാൻ ചോദിച്ചു. വെറും 1 കോടി രൂപ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ശരിക്കും അത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് പ്രൊമോഷൻസ് കുറച്ച് കുറവായതുകൊണ്ടായിരിക്കാം ഈ സിനിമ അത്ര പ്രൊമോഷൻസ് തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരോട് ചെന്ന് തമാശക്ക് പറഞ്ഞാണെങ്കിലും അത് അനുയോജ്യമായ പേരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബീസ്റ്റ് അല്ലെങ്കിൽ അനിമൽ എന്നുള്ള പേര് ഈ പടത്തിനാണ് ഇടേണ്ടത്. പക്ഷെ 1.5 സിനിമ കേട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും കൊച്ചിയിലുണ്ടെങ്കിൽ എന്തായാലും വന്ന് വനിതാ വിനിതയിൽ 7 മണിക്കത്തെ ഷോ കാണുക. അത്രയ്ക്കും എന്തായാലും ഞാൻ ഉറപ്പായിരുന്നു വന്നവരാരും ഡിസപ്പോയിന്റ് ആവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഞാൻ വേറെ ഒന്നും പറയണ്ടല്ലോ. ഞാൻ പറയാനുള്ള എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പേഴ്സണലി ഞാൻ പറയാതെ ഇരിക്കണതും കൂടിയാണ്. കാരണം എല്ലാം കൂടി പറഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ എല്ലാ ഇതും പോകില്ലെന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ ഈ സിനിമ ധൈര്യമായിട്ട് വന്ന് കണ്ടു നോക്കൂ. കിട്ടില്ല പടം. ഇതിൽ കൂടുതൽ ഒരു നടനോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിനോ ഒന്നും ചെയ്യാനില്ല. അമ്മായിട്ട് ലെവലിലാണ് ഈ ഹൊറർ സർവൈവൽ ത്രില്ലർ എടുത്തു വെച്ചിരിക്കുന്നത്.
ഇത് ഇറ്റ് വിൽ ഗോ ഡൗൺ ഇൻ ഹിസ്റ്ററി ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവൽ ഹൊറർ ത്രില്ലർ. അത് ഞാൻ ഉറപ്പായിട്ട് പറയാം. പിന്നെ ഇതിലെ ആക്ടിങ് അങ്ങനെ അറിയാം ആ ലെവല്. ഞാൻ വിശാഖനോട് ആദ്യം തന്നെ എന്താ ചെന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഞാൻ കൈ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നോക്കി. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ വിരലുകൾ അഭിനയിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും പോട്ടെ, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇനി പറയേണ്ടത് ധൈര്യം ഇതെന്ന് വെച്ചാൽ ഈ പടം എന്നൊക്കെ പറഞ്ഞാൽ നേരെ ടിക്കറ്റ് എടുക്കുക, വരിക, കാണുക, അങ്ങനത്തെ പടമാണ്. നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം അത്രയും കിടിലം പടം ഇവിടെ, അത്രയും കിടിലം പടം.